ഹായ് ഫ്രണ്ട്സ്, വെൽക്കം. ഇന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് തയ്യാറാക്കുന്നത്. അരിയൊന്നും അരിക്കാതെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു ഈസി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. നമുക്ക് 1 കപ്പ് റവ വേണം. വറുത്ത റവയോ വറുക്കാത്ത റവയോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് അവിലും കൂടി ചേർക്കുന്നുണ്ട്. ഇത് അധികം കട്ടിയില്ലാത്ത കനം കുറഞ്ഞ അവിലാണ്, അതുകൊണ്ടാണ് 1 കപ്പ് എടുക്കുന്നത്. കട്ടിയില്ല അവിലാണ് എടുക്കുന്നതെങ്കിൽ 1/2 കപ്പ് മതി. അതുപോലെ തന്നെ അവിലിന് പകരം നമുക്ക് ചോറ് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ആദ്യം ഇതൊന്ന് പൊടിച്ചെടുക്കാം. കട്ടിയുള്ള അവിലാണെങ്കിൽ നമ്മൾ കുതിർത്തതിന് ശേഷം അരച്ചെടുത്താൽ മതി. ഇത് നല്ല കനം കുറഞ്ഞ നൈസായിട്ടുള്ള അവിലായതുകൊണ്ട് റവയും അവിലും കൂടി പൊടിച്ചെടുത്തതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ തേങ്ങയാണ് ചേർക്കേണ്ടത്. തേങ്ങയും 1/2 കപ്പിൽ തന്നെ ചേർക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഈസ്റ്റും കൂടി ചേർക്കുന്നുണ്ട്. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഇത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചൂടുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. തിളച്ച വെള്ളമല്ല, കുറച്ച് ചൂടുള്ള വെള്ളം ഒഴിച്ച് നമുക്കിത് അരച്ചെടുക്കാം. എന്നാലും നമുക്കിത് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതുപോലെ നല്ല നൈസായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിന് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി നമ്മളിത് നോക്കുക, ഒരുപാട് കട്ടിയായിട്ട് തോന്നിയാൽ കുറച്ചും കൂടി ചൂടുവെള്ളം ഒഴിച്ച് ഒന്ന് ലൂസാക്കി എടുത്താൽ മതി. ഇനി മാവ് നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. ഒരു 20 മിനിറ്റ് മാറ്റി വെച്ചാൽ മതി. സ്റ്റവിൻ്റെ അടുത്തൊക്കെ വെച്ചാൽ പെട്ടെന്ന് തന്നെ ഇത് ഫെർമെൻ്റായി കിട്ടും. അപ്പോൾ ഒരു കുറച്ച് ചൂടുള്ള സ്ഥലത്ത് വെച്ചാൽ മതിയാവും. അപ്പോൾ ഇത് ആവുന്ന സമയം കൊണ്ട് നമുക്ക് ചാഷയ്ക്ക് വേണ്ട ഒരു ചട്നിയും കൂടി തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഒരു 1/4 കപ്പ് പൊട്ടുകടല എടുത്തിട്ടുണ്ട്. പൊട്ടുകടല ഇല്ലെങ്കിൽ നമ്മൾ സാധാരണ നിലക്കടല, അതായത് കപ്പലണ്ടി വറുത്തത് എടുത്താലും മതിയാവും. ടേസ്റ്റി ആയിരിക്കും. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനനുസരിച്ച് പച്ചമുളക് ചേർക്കാം. ഞാനിവിടെ ഒരു പച്ചമുളകാണ് എടുത്തത്. ഒരു 3-4 കരിവേപ്പിലയും കൂടി ചേർക്കാം. പിന്നെ 1/2 കപ്പ് തേങ്ങയും കൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളം കൂടി വെച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ കടുകും വറ്റൽമുളകും കരിവേപ്പിലയും കൂടി തളിച്ച് ചേർക്കാം. അപ്പോൾ നിങ്ങൾക്ക് എത്ര കൺസിസ്റ്റൻസിയിലാണോ വേണ്ട അതിനനുസരിച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് അഡ്ജസ്റ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഒരുപാട് കട്ടിയിൽ വേണമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് ലൂസാക്കിയെടുക്കാം. ഇപ്പോൾ ഞാൻ നേരത്തെ ചേർത്തതാണ്. ഈ ഒരു ദോശയ്ക്ക് ഇത് നല്ലൊരു കോമ്പിനേഷൻ ആയിരിക്കും. ഇനി നമുക്ക് ദോശ ഉണ്ടാക്കിയെടുക്കാം. അതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച് ക്യാരറ്റ് വേണം. ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്, അതൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഒരല്പം മല്ലിയിലയും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കാം. ഒരല്പം മുളക് പൊടി ചേർക്കാം, വളരെ കുറച്ച് മതി. അതല്ലെങ്കിൽ പച്ചമുളക് ഇഷ്ടമാണെങ്കിൽ പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കാം. അതുകൂടാതെ സവാളയൊക്കെ നമുക്ക് ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ഒരല്പം ഉപ്പ്, വളരെ കുറച്ചാണ് എടുത്തിരിക്കുന്നത്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കി വെക്കാം. അപ്പോൾ ഇത് നമ്മൾ ആ ദോശയുടെ മുകളിൽ ഇങ്ങനെ വെതറി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഇതുപോലെ ചെയ്യുമ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് സവാളയും അതുപോലെ പച്ചമുളകൊക്കെ ഇഷ്ടമാണെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കാവുന്നതാണ്. അപ്പോൾ ഈ സമയം കൊണ്ട് മാവും നന്നായിട്ട് തന്നെ ഫെർമെൻ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല ചൂടുള്ള സ്ഥലത്താണ് വെച്ചിരിക്കുന്നതെങ്കിൽ 20 മിനിറ്റിൽ തന്നെ മാവ് റെഡിയാക്കി എടുക്കാൻ പറ്റും. കുറച്ച് തണുപ്പൊക്കെ ഉള്ള സ്ഥലത്താണെങ്കിൽ ഒരു 30 മിനിറ്റൊക്കെ എടുക്കും. 30 മുതൽ 35 മിനിറ്റൊക്കെ ആവും റെഡി ആവാനായിട്ട്. ഇനി നമുക്ക് ദോശ ഉണ്ടാക്കിയെടുക്കാം. പാൻ ചൂടായതിന് ശേഷം ഒരു 1.5 സ്പൂൺ മാവ് ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് കനം കുറയ്ക്കാതെ കുറച്ച് കട്ടിയിലാക്കുന്നതായിരിക്കും നല്ലത്. മാവ് ഒഴിച്ച് ഒരു 2 സെക്കൻഡിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ക്യാരറ്റിൻ്റെ കൂട്ട് ഈ ദോശയുടെ മുകളിലായിട്ട് വിതറി കൊടുക്കാം. അതേപോലെ തന്നെ കുറച്ച് ഓയിലും കൂടി നമുക്ക് ഇതിൻ്റെ സൈഡ്സിലും മുകളിലൊക്കെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് മീഡിയം ഫ്ലെയിമിലിട്ട് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇത് അടച്ച് വെക്കുന്ന മുമ്പായിട്ട് ഇതുപോലെ സ്പൂൺ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ക്യാരറ്റൊക്കെ ശരിക്കും ഒട്ടിപ്പിടിച്ചിരിക്കും. ഈ സൈഡ് വെന്ത് വന്നിട്ടുണ്ട്, നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ 2 സൈഡും നന്നായിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കണം. ഇതിപ്പോൾ റെഡിയാണ്. അപ്പോൾ നമ്മുടെ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ ബാക്കിയുള്ള മാവ് കൊണ്ടും ചുട്ടെടുക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് ക്യാരറ്റൊന്നും വെക്കണമെങ്കിൽ നമ്മൾ മാവിലേക്ക് തന്നെ ക്യാരറ്റൊക്കെ ഇട്ട് മിക്സ് ചെയ്തെടുത്താലും മതി. അപ്പോൾ അതൊക്കെ ഓരോരുത്തർ ഇഷ്ടം പോലെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈസി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. അപ്പോൾ ഈ ഒരു ചട്നിയുടെ കൂടെ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നല്ല സ്പോഞ്ചി ആയിട്ടുള്ള ദോശയാണിത്. അപ്പോൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്